കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആ പാർട്ടിക്കിടയിൽ ആഹാരത്തിൽ വിഷം ചേർക്കുന്നതിന് തൊട്ടുമുമ്പും നിങ്ങളുടെ കോൾ ഉപേന്ദ്രന് വന്നിരുന്നു. അവനിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ സാറേ? രണ്ടെണ്ണം കൊടുത്തവൻ തത്ത പറയുന്ന പോലെ എല്ലാം പറയും. വേണ്ടടോ, അല്ലെങ്കിലും പറയും. പറഞ്ഞേ പറ്റൂ. സത്യത്തിന് അങ്ങനെ മറച്ചു വെക്കാനൊന്നും പറ്റില്ല. പറമൂർത്തി. അതിനുശേഷം ആഹാരത്തിൽ വിഷം കലർത്തിയതിന് ശേഷം അവൻ നിങ്ങളെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. പോലീസിന്റെ കയ്യിൽ അതിനെല്ലാം രേഖയുണ്ട് മൂർത്തി. എന്താ ഇനി അവനെ മുന്നിൽ കൊണ്ടു നിർത്തി പറയിക്കണോ ഇതെല്ലാം നിങ്ങൾ അവനെ കൊണ്ട് ചെയ്യിച്ചതാണെന്ന്? ഡ്രൈവർക്ക് 50,000 രൂപ കൊടുത്തതും ഫുഡ് സർവ് ചെയ്യുന്ന ആളുടെ വേഷത്തിൽ അവൻ അതിനകത്ത് കയറി പറ്റിയതും എല്ലാം അവൻ സമ്മതിച്ചു. അത് മാത്രമല്ല, ഫുഡിൽ വിഷം കലർത്താനായിട്ട് നിങ്ങൾ കൊടുത്ത 5 ലക്ഷം രൂപയും കുറിച്ചു അവൻ പറഞ്ഞു. ആരാ നിങ്ങൾക്ക് ഈ പണം തന്നത്? ആര്? എനിക്കാരും പണം തന്നിട്ടില്ല. മൂർത്തി, DKയുടെ പഴയ പാർട്ണറായിരുന്ന മൂർത്തി എനിക്കറിയാം. നിങ്ങൾ പിരിഞ്ഞു പോയതിനു ശേഷം ഇപ്പോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ നിമിഷം വരെ നിങ്ങൾ എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. 5ന്റെ കാശ് കയ്യിലെടുക്കാനില്ലാതെ തേരാപ്പാര നടക്കുന്ന നീയാണോ 5 ലക്ഷം രൂപ ഉപേന്ദ്രന് കൊടുത്ത് ഈ ദൗത്യത്തിന് അയക്കുന്നത്? നിങ്ങൾക്ക് പിന്നിൽ ആരോ ഉണ്ടെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. പറമൂർത്തി, ആ വിഘ്നേഷ് അല്ലേ? ഉപേന്ദ്രൻ നിങ്ങളെ വിളിച്ച അടുത്ത മിനിറ്റിൽ നിങ്ങൾ വിളിച്ചത് വിഘ്നേഷിനെയാണ്. ആ ഫോൺ കോളിന്റെ രേഖയും പോലീസിന്റെ കയ്യിലുണ്ട്. എന്തിനായിരുന്നു ആ സമയം നിങ്ങൾ വിഘ്നേഷിനെ വിളിച്ചത്? അത് പിന്നെ എനിക്ക് വേറൊരു ആവശ്യത്തിന് വിളിച്ചൂടെ? എന്തായിരുന്നു അത്രയും വലിയ ആവശ്യം? അതിപ്പോ സാറിനോട് പറയണമെന്നുണ്ടോ? എനിക്ക് പല ആവശ്യവും കാണും. ആ സമയത്ത് ഞാനൊന്ന് വിളിച്ചു പോയിന്ന് കരുതി അയാൾക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്ന് പറയാൻ പറ്റുമോ? അയാൾക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ പോലീസ് തെളിയിച്ചോളൂ. പക്ഷേ തന്റെ പങ്ക് എന്താണെന്ന് ക്ലിയർ ആയി കഴിഞ്ഞു. അതെ, എനിക്ക് പങ്കുണ്ട്. എനിക്ക് മാത്രമേ പങ്കുള്ളൂ. ഞാനാ ഇത് ചെയ്തത്. എന്റെ ശത്രു അടിക്ക് എന്നെ ഇന്നത്തെ ഈ നിലയിൽ ഒന്നുമില്ലാതാക്കിയത് അവനാ. അവനോടുള്ള പ്രതികാരം എന്റെ മനസ്സിലുണ്ട്. അതിനുവേണ്ടി ഞാനാ അത് ചെയ്തത്. അല്ലാതെ വേറെ ആർക്കും ഇതിൽ ഒരു പങ്കുമില്ല. പണം ഞാൻ പലരോടും കടം മേടിച്ചിട്ടുണ്ടാവും. പക്ഷേ അവനോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ചെയ്തതായത്. ഈ കുറ്റം മുഴുവൻ ഞാൻ ഏറ്റെടുത്തോളാം സാറേ. എന്നെ ശിക്ഷിക്കട്ടെ, ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. പക്ഷേ എത്ര ചികഞ്ഞാലും ഇതിന്റെ പിന്നാമ്പുറത്ത് നിന്ന് ഇനി ഒരാളെ സാറിന് കിട്ടില്ല. ഹരിദാസ് സർ, ഇവരിന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത്. ഈ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ സമ്മതിക്കരുത്. ബാക്കി സത്യം ഇവനെ കൊണ്ട് പിന്നെ പറയിപ്പിക്കാൻ. ശരി സർ. ഇതിനകത്തുനിന്ന് നിന്നെ രക്ഷിക്കാൻ ഇനി ഒരുത്തനും വരില്ല മൂർത്തി. സത്യം പറയാൻ നിനക്ക് രക്ഷയില്ല. നിന്നെ കൊണ്ട് ഞങ്ങളത് പറയിപ്പിക്കും. മൂർത്തി പറഞ്ഞത് താൻ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ അവൻ ഇങ്ങനെ ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിന്ന് നമ്മൾ കൊഴി. തെളിവെടുപ്പിന് മറ്റ് ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉപയോഗിക്കണം. നുണപരിശോധന നടത്തേണ്ടി വരും. എന്നാ പിന്നെ താമസിക്കുന്നതിനാ അത് നടത്തിക്കൂടെ? അതങ്ങനെ എളുപ്പത്തിൽ തീരുമാനിക്കാവുന്ന ഒന്നല്ല. മേലുദ്യോഗസ്ഥന്മാരുടെയും കോടതിയുടെ ഒക്കെ ഉത്തരവ് വേണം. താൻ എന്താ ആലോചിക്കുന്നത്? ഒരു പരിശോധനയും വേണ്ട. താൻ ആ മൂർത്തിയെ ഒരു ഒറ്റ മണിക്കൂർ നേരം എനിക്ക് വിട്ടു തന്നാൽ മതി. അവനെ കൊണ്ട് സത്യം ഞാൻ പറയിക്കാം. കൊള്ളാം, നല്ല കഥയായി. എന്നിട്ട് വേണം തനിക്ക് അവനെ ഇടിച്ച് ശരിയാക്കാൻ, അല്ലേ? എടോ, താൻ ഇതിലൊന്നും ഇടപെടണ്ട. പോലീസ് നോക്കിക്കോളൂ. പോലീസ് നോക്കി. താൻ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എടോ, അവൻ പറയുന്നതിന്റെ വാലും തുമ്പും പിടിച്ചു പോയാൽ അതിന്റെ അറ്റത്ത് അവൻ തന്നെയാവും MP വിഘ്നേഷ്. എടോ, അങ്ങനെ സംശയത്തിന്റെ പേരിലൊന്നും ഒരു MP അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ജനാധിപത്യമാണോ? ജനപ്രതിനിധികൾക്ക് ചില പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. അയാൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ അതിന് നടപടിക്രമങ്ങളുണ്ട്. അത് പാലിച്ചില്ലെങ്കിലേ എന്റെ തൊപ്പി പോവും. തനിക്ക് തൊപ്പി പോകുന്ന പേടി, പക്ഷെ എനിക്കാ പേടിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, ക്ഷമയുടെ നെല്ലിപ്പലകെ നിൽക്കാൻ ഞാൻ.
എന്റെ കുടുംബത്തോ ബിസിനസ്സിലോ ഇനി അവൻ കയറി കളിച്ചാൽ എനിക്കൊരു പോലീസിന്റെ സഹായം വേണ്ട. അവനെ തീർത്ത് കെട്ടിയിരിക്കും ഞാൻ. എനിക്കൊരു പ്രോട്ടോകോളിനും പേടിയില്ല. എടോ നിൽക്ക്, താൻ എടുത്തേടെ ഒന്നും ചെയ്യരുത്. നമുക്കവനെ നിയമത്തിന്റെ വഴിയിൽ തന്നെ പൂട്ടാം. കുന്തം. എടോ താനും തന്റെ പോലീസും അവനെ സല്യൂട്ട് ചെയ്ത് നിൽക്കും. അവന്റെ ആജ്ഞകൾ അനുസരിക്കും. അതാ താൻ പറയുന്ന ജനാധിപത്യം. പക്ഷേ എനിക്കതൊന്നും വേണ്ട. ജനങ്ങളുടെ ആധിപത്യം എന്റെ ജനാധിപത്യം. അതിന് ഒരു പ്രോട്ടോകോളും ഇല്ല. വേണ്ട മോളെ, ഇരിക്കേ. ഈ ജ്യൂസ് കുടിക്കേ. അമ്മ എന്തിനാ ഇത് കൊണ്ടുവന്നേ? അവരാരെങ്കിലും കൊണ്ടുവരില്ലായിരുന്നോ? അവര് കൊണ്ടുവന്ന പിന്നെ നമ്മൾ തമ്മിലുള്ള ടോക്കിങ് പറ്റുമോ? നിന്നോട് ഒരു കാര്യം ആസ്ക് ചെയ്യാൻ വേണ്ടിയാ അമ്മ ജ്യൂസ് കൊണ്ടുവന്നത്. കുടിക്കും വേണ്ടി. അല്ല, നീ എപ്പോഴാ തിരിച്ചു പോകുന്നത്? ബേട്ടി, ഇത് അമേരിക്കയല്ല. നിനക്കെന്തെങ്കിലും പറ്റിയാ നിന്റെ ഫാമിലിയോട് ഞങ്ങൾ റിപ്ലൈ പറയണം. നിന്റെ ചേച്ചി മരിച്ച ഡൗട്ട് കൊണ്ടാണല്ലോ അവരാരിപ്പോ ഇങ്ങോട്ട് വരാത്തത്. ഇനി ഇവിടെ നിന്ന് നിനക്കൂടി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായ നോ ബേട്ടി, യു റിട്ടേൺ ഗോ. മോള് ഉടനെ തന്നെ തിരിച്ചു പോണം. മോക്ക് ടിക്കറ്റ് ശരിയാക്കാൻ ഞാൻ അവനോട് പറയട്ടെ. ഇനി ഇവിടെ നിന്നാ നിന്റെ ലൈഫ് ഡേഞ്ചർ സോണിലാവും. ഇപ്പോൾ യു ഗോ, പിന്നെ യു കമോൺ. ഓക്കേ? അത് വേണ്ടമ്മേ. ഹരിപ്രിയ കുറച്ചു ദിവസം കൂടി ഇവിടെ തന്നെ നിന്നോട്ടെ. ഇത്രയും ദിവസം നിന്നില്ലേ, അത് മതി. ഇനി നിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. ഉടനെ തന്നെ യു ഗോ. ഞാൻ അവനോട് പറയാം. അമ്മേ, ഞാൻ കുറച്ചു ദിവസം കൂടി ഇവിടെ നിന്നോട്ടമ്മേ. നിങ്ങളെയൊക്കെ കണ്ട് കൊതി തീർന്നിട്ടില്ല. ഇപ്പൊ ഈ അപകടം സംഭവിച്ചത് ഞാൻ അത്ര കാര്യമാക്കുന്നില്ല. അമ്മ ഏട്ടനോട് ഇപ്പൊ ഒന്നും പറയണ്ട. സമയാവുമ്പോ ജ്യോതി പറഞ്ഞോളൂ. അമ്മേ, ഹരിപ്രിയക്ക് കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളല്ലേ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഐ നോ പ്രോബ്ലം. നിന്റെ ഹാപ്പിയാണ് ഞങ്ങളുടെ ഹാപ്പി. ഐ ഗോ, യു സ്റ്റേ ബേട്ടി. ഹാപ്പി സ്റ്റേ. പാവം, സത്യം അറിഞ്ഞാലുള്ള സ്ഥിതി എന്താവും? അത് ഞാൻ നോക്കിക്കോളാം. അതെങ്ങനെ? അതിനാണോ മോളെ ഐഡിയ ഇല്ലാത്തത്? അതോർത്ത് നീ തല പൊണ്ണാക്കണ്ട. നാളെ എപ്പോഴെങ്കിലും ഹരിപ്രിയ വന്നാലും ഡിക്ക് സത്യം അറിയില്ലേ? അപ്പൊ ഞാനാരാണെന്ന് പറയും? ഒരു പെരുങ്കള്ളിയാന്ന് പറയും. ഹരിപ്രിയയുടെ സുപ്രിയയുടെയും അതേ മുഖമുള്ള ഏതോ ഒരു കള്ളി. നമ്മളെ പറ്റിച്ച് കുറച്ചു നാൾ അവൾ ഇവിടെ താമസിച്ചു. സുപ്രിയാണ് നീ എന്ന് തെളിയിക്കാനുള്ളതൊന്നും ഞാൻ ബാക്കി വെക്കത്തില്ല. സുപ്രിയ എന്നുള്ള ഒരു ഐഡന്റിറ്റിയും ഡീക്ക് കാണില്ല. കാണിക്കില്ല ഞാൻ. അപ്പോ മരിക്കാൻ പോകുന്നവളോടുള്ള സിമ്പതി കൊണ്ടല്ല നീ എന്നോട് ഈ കരുണ കാണിക്കുന്നത്.
ഇതൊക്കെയായിരുന്നു മനസ്സിൽ അല്ലേ? അതെല്ലോ. ദാ എന്താ ഇത്? ഐഡന്റിറ്റി. സുപ്രിയയുടെ എല്ലാ രേഖകളും ഇതിലുണ്ട്. ഇതിന് നീ സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ നശിപ്പിച്ചേക്ക്. സുപ്രിയ മരിച്ചു. നീ പറഞ്ഞ പോലെ ഏതോ ഒരു പെരുങ്കള്ളി. അത് മതി. എനിക്ക് നിന്നെ വിശ്വാസം. ഇത് നീ തന്നെ വെച്ചോ. അതെ കുശിനിക്കാരാ. ഓ, എന്താ ഒരു ഗമ. മനുഷ്യർക്ക് ഇവിടെ സമാധാനമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യണം. അതിനിപ്പോ ആര് പറഞ്ഞു വേണ്ടാന്ന്? പക്ഷെ ഇടയ്ക്ക് ചുറ്റിലും ഒന്ന് നോക്കണം, എന്നാലേ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവൂ. എന്താണാവോ ഈ കാര്യങ്ങൾ? ഹരിപ്രിയയുടെ കാര്യം തന്നെയാ. ദേ കണ്ടോ കണ്ടോ, ഹരിപ്രിയയുടെ കാര്യം എന്ന് പറഞ്ഞപ്പോ ഒട്ടകത്തെ പോലെ അങ്ങ് തലയങ്ങ് നീട്ടിയേക്കുവാ. എന്റെ കാര്യമായിരുന്നെങ്കിൽ കാണായിരുന്നു, ആമയെ പോലെ തല പിന്നോട്ട് വലിച്ചേനെ. ഈ ആണുങ്ങളൊക്കെ കണക്കാ, എല്ലാം ഒരുപോലെ ലോക കള്ളന്മാരാ. അല്ല, ഹരിപ്രിയയുടെ കാര്യം നീ എന്തോ പറഞ്ഞല്ലോ, എന്താ കാര്യം? അത് നിങ്ങൾ അവളെ ശ്രദ്ധിക്കുന്നില്ല, അത്ര തന്നെ. ഇവൾക്കിത് എന്തു പറ്റി? അമേരിക്കയിൽ നമ്മൾ ഇവിടം വരെ വന്നിട്ട് അവക്ക് എന്തെങ്കിലും സന്തോഷം കൊടുക്കാൻ നമുക്ക് ഇതുവരെ പറ്റിയോ? എന്നിട്ടാണോ ഞങ്ങൾ പോകുന്നിടത്തൊക്കെ ബോബനും മോളിയിലെ പട്ടിക്കുഞ്ഞിനെ പോലെ മണം പിടിച്ച് പിന്നാലെ വന്നത്? ഇപ്പൊ നിന്റെ തെറ്റിദ്ധാരണയൊക്കെ മാറിയോ? തെറ്റിദ്ധാരണ മാറിയതല്ല, എനിക്കിപ്പോ ശരിയായ ധാരണ കിട്ടി. എന്ത്? അവൾ ആരാണെന്ന്. ഓഹോ, അതിരിക്കട്ടെ. ഇപ്പൊ അവൾ ആരാ? ഹരിപ്രിയ. അല്ലാതാരാ? ആണല്ലോ. അതെ. ഞാൻ അവൾക്കുള്ള ടിക്കറ്റായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. നീ അവളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഒന്ന് തരാൻ പറയും. അത് പിന്നെ നിങ്ങൾ അവക്ക് വേണ്ടി ടിക്കറ്റ് ഒന്ന് റെഡി ആക്കണ്ട. അതെന്താ? അവൾക്ക് പോവാനുള്ള ടിക്കറ്റൊക്കെ എന്നെ ശരിയായതാ. ഇനി അതൊന്ന് കൺഫേം ചെയ്താൽ മാത്രം മതി. ആര്? അവളെ ഇങ്ങോട്ട് അയച്ച ആള് തന്നെ. അതെ, കുശിനിക്കാരൻ അതിലൊന്നും തലയിടാൻ നിൽക്കണ്ട, അതൊക്കെ അവരുടെ കാര്യമല്ലേ. പക്ഷെ അവൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് വരെ നമ്മൾ അവളുടെ കൂടെ തന്നെ നിൽക്കണം. മനസ്സിലായില്ല. ഈ ലൈഫ് എന്നും ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടിരുന്നാൽ മാത്രം മതിയോ ഹിറ്റ്ലറെ? ചില സന്തോഷങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടേ? ഹരിപ്രിയ എന്താന്ന് എനിക്കിപ്പോ അറിയാം. അമേരിക്കയിൽ നമ്മളെയൊക്കെ കാണാൻ വന്നിട്ട് നമ്മൾ അവളെ കെയർ ചെയ്തില്ല എന്നൊരു തോന്നൽ അവൾക്കുണ്ടാവരുത്. എനിക്ക് അത്രേ ഉള്ളൂ. ഇവളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ.
എന്താ ഒരു ആലോചന? അതെ, മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ ഇട്ട് പെരുപ്പിക്കാതെ കാര്യം എന്താന്ന് പറഞ്ഞാൽ ആ ടെൻഷൻ അങ്ങ് മാറും. എനിക്കറിയാം, ഹരിപ്രിയയുടെ കാര്യം ഓർത്തല്ലേ ഈ ടെൻഷൻ. അതെ, അച്ഛലതെ നമ്മൾ വിചാരിക്കുന്നിടത്തല്ല ഇപ്പൊ കാര്യങ്ങൾ നിൽക്കുന്നു. ഹരിപ്രിയയെ ആദ്യം നമ്മുടെ മോൾക്ക് ഭയമായിരുന്നു, പക്ഷെ ഇപ്പോ കഥയാകെ മാറി. അതിനിപ്പോ പുതിയതായിട്ട് എന്താ സംഭവിച്ചത്? അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആശുപത്രിയിൽ നിന്നിറങ്ങിയ ഹരിപ്രിയയുടെ എല്ലാ കാര്യങ്ങളും ജ്യോതി ഏറ്റെടുക്കുന്നത് എന്തിനാ? വിഘ്നേഷ് ഹരിപ്രിയയെ പിടിച്ചോണ്ട് പോയതേ ആ കുടുംബത്തിനോടുള്ള വിരോധം തീർക്കാനല്ലേ, അല്ലാതെ ഹരിപ്രിയോടുള്ള ശത്രുത കൊണ്ടൊന്നും അല്ലല്ലോ. അതല്ല. അതെ, അതുകൊണ്ട് ആയുഷ്കാലം മുഴുവൻ ഹരിപ്രിയയെ അമരാവതി താമസിപ്പിക്കാൻ പറ്റൂ? എന്തായാലും അവള് നമ്മുടെ മോൾക്കൊരു ഭീഷണി തന്നെ ആവും. അതെ, നാളെ നമുക്ക് അമരാവതി വരെ ഒന്ന് പോയാലോ? എന്തിന്? അല്ല, അവളെ എവിടുന്ന് ഇറക്കി വിടാൻ നമുക്ക് പറയാം. ആരോട്? DKയോടോ അതോ പത്മാവതി അമ്മയോടോ? ആരോടായാലും വേണ്ടില്ല, അവളെ എവിടുന്ന് ഇറക്കി വിടണം. ചിലത് നമുക്കിങ്ങനെ ഇവിടെ ഇരുന്ന് ഇത് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഹരിപ്രിയ ആ കുടുംബത്തിന് വളരെ പ്രിയപ്പെട്ടവളാ, അത് മറക്കരുത്. അങ്ങനെ മറക്കാതിരുന്നിട്ട് എന്തിനാ? അവിടെ ജീവിക്കേണ്ടതാരാ? ജ്യോതിയല്ലേ. അതിനാരാ അവിടുന്ന് പോവേണ്ടത് അവരെ പറഞ്ഞു വിടണം. അറിയേണ്ടവരെ അറിഞ്ഞു ചെയ്തില്ലെങ്കിലേ നമ്മൾ ചെന്നവരെ ഓർമ്മിപ്പിക്കണം. ഇതൊക്കെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടതേ നമ്മുടെ മോളെയാ. കുറച്ചു ദിവസത്തേക്ക് നാടും വീടും കാണാൻ വന്നവരെ കാര്യം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നില്ലെങ്കിൽ സൂക്ഷിക്കണം. അതേതാണ്ട് ആപത്തിനാ. പിന്നെ നമുക്ക് പോയി പറയാല്ലേ? പറയണം. അതിനി ഒട്ടും ആലോചിക്കേണ്ട ഒരു കാര്യവുമില്ല. പറഞ്ഞു വിടാതെ അവളെ അവിടെ താമസിപ്പിക്കാൻ തീരുമാനിച്ച പിന്നെ വരുന്നതൊക്കെ ജ്യോതി തന്നെ അനുഭവിക്കണം. എന്തായാലും നമുക്കൊന്ന് പറഞ്ഞു നോക്കാന്നേ. ദേ, നിങ്ങൾ ടെൻഷൻ അടിക്കാതെ നമുക്ക് പോവാം. ഇനി എന്താ ടെൻഷൻ? കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ ലൈറ്റ് അനക്ക് മനുഷ്യ, എനിക്ക് ഉറക്കം വരുന്നു. എന്റെ പൊന്നു സുധേട്ട, കിടന്നുറങ്ങ്. ബാക്കി നാളെ രാവിലെ നോക്കാം. മായച്ചി, തമ്പുരാട്ടി ഇതുവരെ ഇറങ്ങി വന്നില്ലല്ലോ. സാധാരണ രാവിലെ എഴുന്നേക്കുന്നതാണല്ലോ. ഓ, ഇത്ര ബുദ്ധിമുട്ടണ്ട. അവർക്ക് രണ്ടുപേർക്കുള്ള ചായ ഞാൻ കൊണ്ട് കൊടുക്കാം. ഇങ്ങനെ തന്നേക്ക്. വേണ്ട, അവള് തന്നെ വന്ന് കൊണ്ടുപോയിക്കോളും. താരെ, ചായ കുടിച്ചിട്ട് നീ പോയി ചെടി നനയ്ക്ക്. 2 ദിവസമായി ചെടി നനച്ചിട്ട്. എനിക്കെങ്ങും വയ്യോ. ചിത്ര, നീ ചെന്ന് ചെടി നനയ്ക്ക്. ഞാൻ കിച്ചണിലെ കാര്യം നോക്കിക്കോളാം. അത് വേണ്ട. 2 ദിവസം മുൻപ് എന്നെ ഇതേപോലൊന്ന് പറ്റിച്ചത് ഞാൻ മറന്നിട്ടില്ല. അവസാനം ചെടി നനയ്ക്കലും അടുക്കള പണിയും എല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് അവരവരുടെ ജോലി സ്വന്തമായിട്ടങ്ങ് ചെയ്താ മതി. പ്ലീസ് ചിത്ര, രാവിലെ വെയിലുണ്ട്, എനിക്ക് തല ഇറങ്ങും. വേണ്ട, തീരുമാനിച്ചതുപോലെ അങ്ങ് ചെയ്താ മതി. നീ ചെടി നനയ്ക്ക്, ഇവൾ അടുക്കളയിൽ കയറും, ഞാൻ വാഷ് ചെയ്യും. അപ്പൊ ജ്യോതിയോ? അവളിപ്പോ ആകെ മനസ്സമാധാനം പോയ മട്ടില്ല. അതിപ്പോ സ്വന്തം ഭർത്താവും മറ്റൊരു സ്ത്രീയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതും കെയർ ചെയ്യുന്നതും ആർക്കായാലും സഹിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? എന്ത് കാര്യം?
ഹരിപ്രിയയുടെ കാര്യത്തില് ജ്യോതിക്കിപ്പോ കുറച്ച് താല്പര്യം കൂടിയിട്ടുണ്ട്. അത് നേരാ. അവളെ താങ്ങിക്കൊണ്ട് പോവാനും അവൾക്ക് ഭക്ഷണം കൊടുക്കാനും ജ്യൂസ് കൊടുക്കാനും ഒക്കെ എന്തൊരു താല്പര്യമായിരുന്നു. അതിന്റെ കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലാവാത്ത. DKക്ക് ഹരിപ്രിയയോട് സിമ്പതി കൂടിയാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും. അല്ലാതെന്താ? അല്ല മായച്ചി, ആ വിഘ്നേഷ് എന്തിനാ ഹരിപ്രിയ പിടിച്ചോണ്ട് പോയത്? ജ്യോതി പിടിച്ചോണ്ട് പോയ പോരായിരുന്നോ? ഇവള് ജൂനിയർ മാൻഡ്രേക്ക് ആണെന്ന് അയാൾക്ക് മനസ്സിലായി കാണും. അതെ, നീ ഒന്ന് പോയി ചെടി നനയ്ക്ക്. മായച്ചി ഒരു 5 മിനിറ്റ് കൂടെ കഴിയട്ടെ മായച്ചി. പറ്റില്ല, നിന്റെ മടി ഞാനിന്ന് ശരിയാക്കി തരാം. പോയേ, പോ പോ.